Meet the editors. അൻവർ ഘടകമാകുമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്നിപ്പോൾ PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി 4 സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലാണ് PV അൻവർ മത്സരിക്കുക എന്നതറിയുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ എന്നുകൂടി പറയണം. കാര്യം നാളെ എന്താകുമെന്ന് നമുക്കറിയില്ലല്ലോ. നിലവിൽ അൻവർ ഒരു ഘടകമാകുമോ? അൻവർ ഒരു ഘടകം തന്നെയാണ്. അൻവർ ഒരു ശല്യമായിരിക്കുന്ന ഘടകമായിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ. നിരന്തരം അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളായി അൻവർ മാറുകയാണ്. പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി, പിന്നീട് അങ്ങോട്ട് നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ശത്രുവിനെ തിരഞ്ഞെടുക്കാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അമ്പെയ്തുകൊണ്ട് സ്വയം മുറിവേൽക്കുന്ന, എവിടെയും അഭയസ്ഥാനമില്ലാത്ത ഒരു ഭിക്ഷാന്തേഹിയായി അദ്ദേഹം മാറി. ഇനി അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന് അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇനി പറയാൻ പറ്റില്ല. അടുത്ത ദിവസം പത്രിക പിൻവലിച്ചു എന്നുള്ളതും കേൾക്കാം. അതുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞ അവസാനം പറയുന്നതിനാണ് ഞാൻ മറുപടി പറയാന്ന്. അപ്പോൾ അവസാനം എന്നായിരിക്കും? പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയിലായിരിക്കുമോ? ഇനി അതല്ല, അത് കഴിഞ്ഞിട്ട് ഇനി പ്രചാരണ ഘട്ടത്തിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ മറുപടി പറയേണ്ടി വരും. പക്ഷേ മറുപടി പറയേണ്ട ചില കാര്യങ്ങൾ അൻവറിനുമുണ്ട്. അൻവർ ഇന്ന് വാർത്താസമ്മേളനം, നീണ്ട വാർത്താസമ്മേളനമായിരുന്നു. പതിവായി അങ്ങനെ നടത്താറുണ്ട്, പക്ഷേ കുറച്ചു കാലമായിട്ട് അങ്ങനെയല്ലായിരുന്നു. എന്നും അൻവറിൻ്റെ സാന്നിധ്യമുണ്ട്. രാവിലെ, ഉച്ച, വൈകുന്നേരം എന്ന രൂപത്തിൽ അൻവറിൻ്റെ സാന്നിധ്യം. രാവിലെ പറഞ്ഞതിൽ നിന്ന് അല്പം മാറി ഉച്ചയ്ക്ക്, അല്പം മാറി വൈകിട്ട്, ഈ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് പിണറായി സത്തിനെതിരെയായിരുന്നു. പിണറായി സത്തിനെതിരെ പറയുന്നു, പാർട്ടി സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ. മുമ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. പിന്നീട് ഈ IPS ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന വന നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷം പോലും അറിയാതെ അത് നിയമമായിരിക്കും എന്ന് പറയുന്നു. സത്യമാണോ? അല്ല. അപ്പോൾ സത്യമല്ലാത്ത ഒരു കാര്യം സത്യമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഗസറ്റിൽ 4 വരിയിൽ ഒതുക്കിക്കൊണ്ട് അത് നടപ്പാക്കിയിരിക്കുന്നു. ആ വിഷയം ഉയർത്തിയുള്ള പോരാട്ടമാണ്. കളവ് പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങരുത് അൻവറെ. അതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അദ്ദേഹത്തിന് ആത്യന്തികമായി ഇത് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അദ്ദേഹം MLA ആണല്ലോ. അപ്പോൾ MLA ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നു, രാജിവെക്കുമ്പോൾ പിണറായി സത്തിനെതിരെ പോരാടി. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഹരിത MLA മാർ, മുമ്പുണ്ടായിരുന്ന ഹരിത MLA മാർ ഉണ്ടല്ലോ, VD സതീശൻ, അതോടൊപ്പം MV ശ്രേയംസ് കുമാറൊക്കെ അടങ്ങുന്ന ഒരു ഹരിത MLA മാരുടെ സംഘം ഉണ്ടായിരുന്നു. ആ സംഘം ആ സംഘം നടത്തിയിരുന്ന അന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത് മലയോര കർഷകർക്കെതിരെ ആയിരുന്നു. ഇപ്പോൾ മലയോര കർഷകർക്ക് വേണ്ടി നടന്ന ജാഥയിൽ അൻവർ എവിടെയാണ് ഇരുന്നത്? VD സതീശൻ്റെ ഒപ്പം അല്ലേ? മലയോര കർഷകർക്ക് വേണ്ടിയുള്ള ഏറ്റവും ഒടുവിലത്തെ ജാഥയിൽ അവർക്കൊപ്പം ഇരുന്ന് അവരോട് ഒപ്പം കൂടാമെന്നുള്ള പ്രതീക്ഷയിൽ പ്രസംഗിച്ച PV അൻവർ ഇപ്പോൾ പറയുന്നു, ഹരിത MLA മാർ ഉണ്ടാക്കിയ കുഴപ്പം, അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ മലയോര കർഷകർ തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസത്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി ഒരു പോരാട്ടം അദ്ദേഹം പറയുന്നു. അദ്ദേഹം മലയോര കർഷകർക്ക് വേണ്ടി അവിടുത്തെ വന്യമൃഗ ശല്യത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരം, അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ അദ്ദേഹത്തിന് പോരാട്ടത്തിൻ്റെ രൂപമുണ്ടായിരുന്നു. അദ്ദേഹം ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കുറേ സത്യവും കുറേ അസത്യവും കൂടി ചേർത്ത് മിക്സാക്കി ആരാണ് മുഖ്യ ശത്രു എന്നറിയാതെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു വന്ന് അദ്ദേഹം പിന്നീട് പറയുന്നത് VD സതീശന് പിന്നിൽ പിണറായി വിജയൻ എന്നാണ്. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ് ഇവിടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത എത്ര മണ്ടന്മാരാണോ? VD സതീശന് പിന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്നു. ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു. പിണറായി വിജയൻ, VD സതീശൻ, RSS, അതാണ് ആ നെക്സസ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആകെ ആത്മാർത്ഥതയുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ. ജനത്തോട് ആത്മാർത്ഥതയുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവ്, അതോ PV അൻവറാണ്. അദ്ദേഹം രക്ഷകനാണ്. ജനത്തിൻ്റെ രക്ഷകനായി അദ്ദേഹം സ്വയം അവതരിക്കുകയാണ്. നിലമ്പൂരിൻ്റെ രക്ഷകനായി അദ്ദേഹം സ്വയം അവതരിക്കുകയാണ്. അങ്ങനെ താൻ തന്നെ ഇറങ്ങിപ്പോയ സീറ്റിലേക്ക് താൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. ഇതെന്താണ്? എന്ത് മെസ്സേജാണ് അദ്ദേഹം ആത്യന്തികമായി നൽകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. എന്ത് മെസ്സേജാണ് അദ്ദേഹം നൽകുന്നത്? ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള, അദ്ദേഹം വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അത്ഭുതകരമാണ്. കാരണം അദ്ദേഹം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും സ്ത്രീകൾ പഠിക്കാൻ പോയതിനെക്കുറിച്ച്, അദ്ദേഹത്തെ വളർത്തിയ അവിടുത്തെ വീട്ടുജോലിക്കാരായ ഹൈന്ദവ സ്ത്രീകളെക്കുറിച്ച്, അവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പറയുന്നു. പഠിക്കാൻ പോയി നല്ല വിദ്യാഭ്യാസം നേടിയ വീട്ടിലെ സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം അഭിമാനത്തോടുകൂടി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു പുരോഗമന നിലപാടുള്ള മുസ്ലിമാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം യാഥാസ്ഥിതിക വോട്ട് പിടിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഇവിടെ നടത്തുകയാണ്. അതെങ്ങനെയാണ് നടത്തുന്നത്? പാഠം 1 വിലാപം എടുത്ത ഷൗക്കത്തിനെ എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട്
അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുകയാണ്. അങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ദുരാചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഉറപ്പാണല്ലോ എന്ന് പറയുകയാണ്. ഏത് കാലത്താണ് പാഠം 1 വിലാപം എടുത്തത്? ഈ BJP കാലത്താണോ? അല്ല. പാഠം 1 വിലാപം സമുദായത്തിനകത്തുണ്ടായിരുന്ന ഒരു കുഴപ്പത്തെക്കുറിച്ച് പറയുന്നു. ആ കുഴപ്പം തിരുത്തുകയല്ലേ വേണ്ടത്? ഇന്ന് ആ ദുരാചാരമുണ്ടോ? ഇല്ല. ഇന്ന് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ജില്ലയാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ജില്ലയാണ്. അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് പതുക്കെയൊന്നല്ല എത്തിയത്. അവിടുത്തെ സ്ത്രീകളുടെ സഹനമുണ്ട്. അവർ പഠനവും ബാക്കി അവരെ പിടിച്ചു വലിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് വന്നിട്ടാണ് അവർ ആ ഒരു സാഹചര്യം നേടിയെടുത്തത്. അപ്പോൾ എന്താണ് പിന്നാക്കം പോകുന്ന കുറേ ഊശാന്തടി വെച്ച കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണോ PV അൻവർ നിൽക്കുന്നത്? അപ്പോൾ ആ വോട്ട് തനിക്ക് കിട്ടുമെന്ന് നോക്കുന്നു. പിന്നെ എന്താണ് പറയുന്നത്? സ്വരാജിനെതിരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വോട്ട് അവിടെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു. ഈ രൂപത്തിലാണ് PV അൻവർ പ്രതികരിക്കുന്നത്. അപ്പോൾ PV അൻവറിനെ എങ്ങനെയെങ്കിലും വോട്ട് കിട്ടുക, രണ്ട് കൂട്ടർക്കും പൂർണ്ണമായി കിട്ടുന്ന വോട്ട് കിട്ടരുത്. അവിടെ LDFന് 69,000 വോട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഇൻടാക്റ്റ് ആയിരിക്കുന്ന വോട്ട്. UDFനെ സംബന്ധിച്ച് 70, അതും അവരുടെ കൃത്യമായ വോട്ടാണ്. അതിനിടയ്ക്ക് PV അൻവർ വരുമ്പോൾ ആർക്കൊക്കെയാണ് വോട്ട് നഷ്ടപ്പെടുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെ. ആ നിലയ്ക്കാണ് PV അൻവർ അവർ ഘടകമാവുന്നത്. അങ്ങനെ വോട്ട് നഷ്ടപ്പെടുത്തിയാൽ PV അൻവർ എന്ത് നേടുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. PV അൻവർ നേടുന്നത് എന്താണ്? അദ്ദേഹം ധാർമ്മികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുകയെന്ന് സ്വയം ചോദിക്കണം. അദ്ദേഹം ഒരു വിപ്ലവകാരിയായിട്ടൊക്കെ അദ്ദേഹം സ്വയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ നടത്തുന്നത് സ്വന്തം കാര്യം നടത്താനുള്ള സമരമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ 2 കേസ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ കൊടുത്ത കേസാണ്. കൊല്ലാൻ ശ്രമിച്ചു, വധശ്രമത്തിന് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. 2 കേസുകളാണ്. ഈ 2 കേസുകളാണ് അവിടെ ഉള്ളത്. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ കൊടുത്ത കേസുകൾ. അപ്പോൾ ഇവർക്കിടയിലുള്ള വൈരമാണെന്നേ. ആര്യാടൻ ഷൗക്കത്തുമായി പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ പാർക്കിനെതിരെ കേസ് കൊടുപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്താണ്. ഭൂമി കേസുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആളുകളാണ് അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുക. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഈ കേസ് കൊടുക്കലിലൂടെ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയിട്ട്. അപ്പോൾ അതിൽ വ്യക്തിപരമാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന വ്യക്തി ജയിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി പറയുന്നത്. അവസാനം പറഞ്ഞു വയ്ക്കുന്നത് എന്താ അറിയോ? ഞാനോ അല്ലെങ്കിൽ സ്വരാജോ ജയിക്കും, ആര്യാടൻ ഷൗക്കത്ത് ഒരു കാരണവശാലും ജയിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജാണ് അവിടെ തീർക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര വോട്ട് അദ്ദേഹത്തിന് നേടാനാവും? ശരി, 2016 വോട്ട്, 2021 വോട്ട് ഒക്കെ പറയുമ്പോൾ PV അൻവർ നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയതിനേക്കാൾ 20,000 വോട്ട് കൂടുതൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് LDFന് അൻവറിലൂടെ. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളായി കടന്നു പോയല്ലോ. അദ്ദേഹം പാതി വഴിയിൽ ഇറങ്ങിപ്പോയല്ലോ. കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനിടയ്ക്ക് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഇവിടെ അല്ലാതെ കളിക്കുകയാണല്ലോ. ഓരോ നേതാക്കൾക്കെതിരെയും ഓരോ ദിവസവും ഓരോ മണിക്കൂറും അഭിപ്രായം മാറ്റുകയാണല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവിനെ ജനം വിലയിരുത്തും. അതിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ ക്രിസ്ത്യാനികളുടെ രക്ഷകനായി അവിടെ അവതരിച്ചുകൊണ്ട് ഈ കള്ള നിയമം നടപ്പായി എന്ന കളവ് പറഞ്ഞുകൊണ്ട് ആ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വശത്ത്, അപ്പുറത്ത് മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി UDFന് വോട്ട് കുറയ്ക്കാമെന്ന് ശ്രമിക്കുന്നു. LDFിലെ CPMൽ തന്നെ എന്തായാലും അദ്ദേഹം ഒരു നെറ്റ്വർക്കൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഉറപ്പായിട്ടും. ഈ പറയുന്ന നേതാക്കളെയൊന്നും പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഈ പറഞ്ഞ പോലെ നിരന്തരം അദ്ദേഹം ഈ 9 വർഷക്കാലം സംവദിച്ചത് CPMകാരുമായിട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഈ പറഞ്ഞ മാതിരി അസംതൃപ്തരായ ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്യുമായിരിക്കാം. ഈ UDFൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമായിരിക്കാം. ഈ തരത്തിൽ അവിടെ ഒരു പൊതുശല്യമായി അൻവർ മാറുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അൻവർ കണക്കുകളിൽ ഒരു ഘടകമാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അൻവർ രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഘടകമാകും, അത് കേരള രാഷ്ട്രീയത്തിന്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് എത്രമാത്രം ഗുണകരമാകും എന്നുള്ളതിൽ എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കണക്കുകളിൽ എങ്ങനെയാണ് അൻവർ ഘടകമാകുന്നത്? നമ്മുടെ മുന്നിൽ 2019 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ കണക്കിൽ പരിശോധിക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിലെ ലീഡ് എന്ന് പറയുന്നത് 61,660 ആണ്. 2020 കേരളം ഒന്നാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമാഞ്ഞു വീശുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് ആയിരുന്നു അന്ന് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കേവലമായ ഭൂരിപക്ഷമാണ്. 784 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ബാക്കിയുള്ള 7 പഞ്ചായത്തുകളും UDFന് സമ്മാനിച്ചത്. 784 വോട്ട്. 2024 ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അത് 56,363 രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത്. 2024 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് 65,137 വോട്ടിൻ്റെ ലീഡ് UDFന് കൊടുക്കുന്നുണ്ട്. അതായത് ലോക്സഭയാവട്ടെ തദ്ദേശ തിരഞ്ഞെടുപ്പാവട്ടെ തുടർച്ചയായി UDFന് ലീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ 2016 2021
യഥാക്രമം 11,000-ഉം 2,700-ഉം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് PV അൻവറിലൂടെ LDF-ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ LDF ആകെ വിജയിച്ച് കയറിയ 2-2 തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് നമ്മൾ കുഞ്ഞാലിയുടെ കാലമൊക്കെ വിട്ടാൽ, ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലം വിട്ടാൽ, പിന്നീട് ഈ മണ്ഡലത്തിൽ ആകെ LDF-ന് വിജയിപ്പിക്കാൻ സാധിച്ച വോട്ട് ബാങ്ക് PV അൻവർ തന്നെ ഇളക്കിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വോട്ട് ബാങ്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണക്കിൽ PV അൻവർ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിലാണ് നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരു പഠനം വേണ്ടത്. SDP-യുടെ വോട്ടുകൾ നിലവിൽ PV അൻവറിന് കിട്ടുമോ? SDP സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. അത് SDP സ്ഥാനാർത്ഥിയെ പിൻവലിക്കാത്ത പക്ഷം ആ വോട്ടുകൾ PV അൻവറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ജമാഅത്തയുടെ വോട്ടുകൾ PV അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താ? നേരത്തെ സംഘീവൽക്കരണത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാടടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപക്ഷെ PV അൻവറിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയേക്കാം. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എത്രത്തോളം പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതേപോലെ അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, വയനാടന്മാർ എന്ന് വിളിക്കുന്ന കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ ഒരു 2,000-2,500 ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ആ കണക്ക് വിശദീകരിച്ചതാണ്. ഏകദേശം ഒരു 10,000-നും 15,000-നും ഇടയിൽ വരെ വോട്ട് പിടിക്കാൻ PV അൻവറിന് സാധിച്ചാൽ പോലും അത് വലിയൊരു വോട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു സ്പോയിലർ വോട്ടാണ്. എങ്ങനെയാണോ പല ഘട്ടങ്ങളിലും അസദുദ്ദീൻ ഒവൈസി കോൺഗ്രസിൻ്റെ സാധ്യതയെ പരാജയപ്പെടുത്തുന്നത്, സമാനമായ രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെയോ അതല്ലെങ്കിൽ സ്വരാജിൻ്റെയോ സാധ്യതയെ പരാജയപ്പെടുത്തുന്ന ഒരു സ്പോയിലറായിട്ടാണ് മാറുക. ഒരു കിങ് മേക്കർ അല്ല, ഒരു ഗ്രാൻഡ് സ്പോയിലറായിട്ട് PV അൻവർ അവിടെ മാറും. ഇതാണ് കണക്കിൽ അൻവർ ഘടകമാകുമോ എന്ന ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം. എന്നാൽ കണക്കിനുമപ്പുറം അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഈ കണക്കുകൾ മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ. കണക്കുകൾ പറയുന്നതിനകത്ത് ഒരു സെഫോളജിസ്റ്റിൻ്റെ യുക്തിയേക്കാൾ PV അൻവർ ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ യുക്തിയാണ്. പലപ്പോഴും കച്ചവടവും രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയെ കഴുത്ത് ചിരിച്ചു കൊള്ളും എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയം നമ്മൾ കാണുന്നതല്ലേ? എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയം? അത് കച്ചവടത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പതിപ്പല്ലേ ഒരർത്ഥത്തിൽ അൻവർ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അൻവറിനെ നിങ്ങൾക്ക് ഒരു മതേതരവാദി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? നേരത്തെ സ്മൃതി സൂചിപ്പിച്ചല്ലോ, തൻ്റെ കുടുംബത്തിലെ അമുസ്ലിങ്ങളായിട്ടുള്ള സേവകരെക്കുറിച്ച് PV അൻവർ വാചാടോപമായി സംസാരിക്കുന്നുണ്ട്. എപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? 5 നേരം നിസ്കരിക്കുന്ന ഞാൻ 5 നേരം നിസ്കരിക്കുന്നതാണോ ഞാൻ ചെയ്ത കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട് PV അൻവർ. ആ ചോദിച്ചതിൻ്റെ അപകടം PV അൻവർ മണത്തു. തന്നെ ഒരു മതവാദിയായിട്ട് ചിത്രീകരിക്കുമെന്ന് അദ്ദേഹം ഭയന്നു. ആ ഘട്ടത്തിലാണ് തൻ്റെ കുടുംബത്തിലെ അമുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വലിയ ഗിരിപ്രഭാഷണം നടത്തുന്നത്. സമയാസമയങ്ങളിൽ യാഥാസ്ഥിതിക ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ചേർന്ന് വോട്ട് സ്വന്തമാക്കാനും അത് കഴിഞ്ഞാൽ പിന്നെ മതേതരവാദിയായി മാറാനും കഴിയുന്ന പ്രതിഭാസങ്ങൾ നമ്മുടെ നാട്ടിലേറെയുണ്ട്. PV അൻവറിൻ്റെ രാഷ്ട്രീയം മതേതരവാദമാണോ അതല്ല മതവാദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയതാണോ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. മാത്രമല്ല, മലപ്പുറത്ത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനോട് ഒരു വലിയ എതിർപ്പ് അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. നിസ്കരിക്കുന്നതിന് മലപ്പുറത്തെ പാർട്ടി സഖാക്കൾക്ക് വിലക്കുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ വരുന്നു. അതിനെല്ലാം പൂർണ്ണമായിട്ടും പൊളിച്ചടുക്കിയതല്ലേ? ആ അർത്ഥത്തിൽ ഒരുപക്ഷെ മതസ്വത്വവാദികൾ പോലും പറയാത്ത അപകടകരമായ ന്യൂനപക്ഷ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൗശലം പലപ്പോഴും PV അൻവർ കാട്ടാറുണ്ട്. അതൊരു മതവാദത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ വാദം. അതുകൊണ്ട് അൻവറിന് തന്നെ സ്വയം നിർവചിക്കാൻ കഴിയുന്നില്ല, ഞാനൊരു മതേതരവാദിയാണോ മതവാദിയാണോ. മതേതരവാദിയായിരിക്കുന്ന അൻവറിൽ നിന്ന് തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെങ്കിലും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ വരുന്നു. ഇന്നതുകൊണ്ടാണല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ 2003 ഇറങ്ങിയ സിനിമ പാഠം എന്നൊരു വിലാപം ഇറങ്ങുന്നത് 2003 ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കണമെങ്കിൽ അത് യാഥാസ്ഥിതിക വിഭാഗത്തെ ചൊടിപ്പിക്കുന്നതാണ്. അതിലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ്? അതൊരു മതത്തിനുള്ളിലുള്ള അനാചാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഒരു അതൊരു സാംസ്കാരിക നായകൻ അങ്ങനെ ഒരു സിനിമ എടുക്കണ്ടേ? ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്? അവിടെ എന്താണ് PV അൻവറിന്റെ നിലപാട്? ആ സിനിമയോട് PV അൻവറിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചുരുങ്ങിയ വർഷം 9 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് വിജയിച്ചു കയറിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ ദാ വരുന്നു സ്വരാജിനെതിരെ. എന്താണ് ശബരിമലയിൽ RSSൻ്റെയോ സംഘപരിവാറിൻ്റെയോ അതല്ലെങ്കിൽ അവിടെ തൃപ്പൂണിത്തറയിൽ K ബാബുവിനെ ബാറ്റ് ചെയ്ത അന്നത്തെ ഹിന്ദുത്വവാദികൾ
നടത്തിയിരിക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നുകൊണ്ടുള്ള പ്രചരണത്തിനല്ലേ പി വി അൻവർ തുടക്കമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പി വി അൻവർ ഒരു മതവാദിയാണോ മതേതരവാദിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഡിലമ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡിലമയുണ്ട്. എന്താണ് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം? പി വി അൻവർ പറഞ്ഞു തുടങ്ങിയ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നേ. പോലീസിലുള്ള സംഘവൽക്കരണം ഒരു വലിയ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള സംഘവൽക്കരണം ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന തരത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നൊരു ക്രിറ്റിസിസം എനിക്കുണ്ട്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സംവിധാനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തലാണ്. അതാണോ പി വി അൻവർ പിൻപറ്റുന്നത്? കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കേരള സ്റ്റേറ്റിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അത് കേരള പോലീസിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് തെളിവായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ? അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ സ്വാഭാവികമായും വോട്ടർമാരുടെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണലടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കാൻ എം എൽ എമാർക്ക് കഴിയുന്നില്ല. എം എൽ എമാർക്ക് പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ പോലീസ് ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കണം? അല്ലെങ്കിൽ നിങ്ങൾ സെൽ ഭരണം എന്ന് പറയില്ലേ? പാർട്ടി നേതാക്കൾ പോയി പോലീസ് സ്റ്റേഷനിൽ ഭരിക്കുക സാധ്യമാണോ? ഈ വാദം ഉന്നയിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ അപ്പോഴും പി വി അൻവറിനെ വിശ്വസിക്കാനുള്ള കാരണം, അഥവാ പി വി അൻവർ പറയുന്നതിൽ നമ്മൾ ചെവി കൊടുക്കാനുള്ള കാരണം, പോലീസിലുള്ള സംഘവൽക്കരണം, പോലീസിലുള്ള ക്രിമിനൽ വൽക്കരണം അതൊരു രാഷ്ട്രീയ വിഷയമായി ഇടതുപാളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പി വി അൻവർ ഉയർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നില്ലേ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം വന്നില്ലേ? സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുജിത് ദാസിനും എം ആർ അജിത് കുമാറിനുമെതിരെയൊക്കെ ആരോപണം വരുന്ന സമയത്ത് മുഖ്യമന്ത്രി അതൊക്കെ കേട്ടില്ലേ? സുജിത് ദാസിന് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തില്ലേ? അതിനുശേഷവും പിന്നീട് ആ ആയുധം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയും തിരിയുന്നു. പക്ഷേ എവിടെയാ തെളിവ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വരുമ്പോൾ ഒരു തെളിവും ഹാജരാക്കാൻ കഴിയുന്നില്ല. നമ്പർ 2, നേരിട്ടത് പിതൃതുല്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ ഒരു ദിവസം തള്ളിപ്പറയുകയാണ്. പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് 2 ആഴ്ച തികയും മുമ്പ് അതേ പി വി അൻവർ പറയുന്നു പിണറായിസമാണ് കേരള രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നു. 2 ആഴ്ച കൊണ്ട് പിതൃതുല്യൻ എങ്ങനെയാണ് പിണറായിസമായി മാറിയത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പിണറായിസമാണോ പി വി അൻവർ നേരിടുന്നത്? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ സതീശനിസമാണോ? ഇന്ന് ആ പ്രയോഗവുമില്ല. ഇന്ന് ഒരു പുതിയ പ്രയോഗം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പുതിയ പ്രയോഗമാണ് ഹിറ്റ്ലറിസം. കേരളത്തിലെ ഹിറ്റ്ലറിസമാണത്രേ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്ത് എന്ന് പറയുന്നത്. ഓരോ നേതാക്കൾക്കും അവരുടേതായ ശൈലിയും ശീലങ്ങളും നമ്മളൊരു വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അനർത്ഥങ്ങളും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ ഫൈറ്റ് ആരുമായിട്ടാണ്? പിണറായിസം എന്ന ഒരു ആശയം ഞാൻ മനസ്സിലാക്കുന്നു. പിണറായിസം എന്ന് പറയുന്ന ഒരു ആശയമേ നിലവിലില്ല. അത് തെളിയിക്കാൻ പി വി അൻവറിന് സാധിച്ചിട്ടില്ല, യു ഡി എഫിന് സാധിച്ചിട്ടില്ല. പിണറായിക്ക് പിണറായിയുടേതായ ശൈലിയുണ്ട്. ആ സർക്കാരിനെ വിമർശിക്കാം. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. സർക്കാരിൻ്റെ പോലീസിങ്ങിനെ കുറിച്ച് നമുക്ക് വിമർശിക്കാം, വനംവകുപ്പിനെ കുറിച്ച് വിമർശിക്കാം. പക്ഷേ പിണറായിസം എന്ന പേരിൽ ഒരു ടൈറ്റിലിട്ട് ഏതെങ്കിലും തരത്തിൽ നിർവചിക്കാവുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് സംവിധാനമോ ഒരു ഏകാധിപത്യ സംവിധാനമോ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിർവചിക്കാൻ തെളിവുകൾ പോരാ എന്നതാണ് എൻ്റെ പക്ഷം. എന്നാലുണ്ട് പല പല എക്സാമ്പിൾസ് ആയിട്ട് പറയാം. താഹയുടെ കാര്യം പറയാം, പല എക്സാമ്പിളുകൾ. ആദിവാസി വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നക്സലേറ്റ് വിഭാഗങ്ങളോട് പോലീസ് കാണിച്ച ക്രൂരതയെക്കുറിച്ച് നമുക്ക് പറയാം. അതൊന്നുമല്ലെന്നേ ഇവിടെ അൻവറിൻ്റെ വിഷയം മണൽക്കടത്തുമായിട്ട് പോകുന്ന സംഘങ്ങളെ പിടിക്കുന്നു, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരെ പിടിക്കുന്നു, അതിൽ നിന്ന് പൊട്ടിക്കൽ സംഘവുമായിട്ട് ബന്ധപ്പെടുന്നു. ഒരു തെളിവുമില്ലാതെയുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ ആരാണ് എതിരാളി എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഡിലമയിൽ നിൽക്കുന്നയാളെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതവാദിയോ മതേതരവാദിയോ ഉത്തരമില്ല. നിങ്ങൾക്ക് സതീശനിസമാണോ അഥവാ ഹിറ്റ്ലറിസമാണോ പിണറായിസമാണോ നിങ്ങളുടെ വലിയ ശത്രു? അതിനും ഉത്തരമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ അവനവനിസമാണ്, രാഷ്ട്രീയ അവസരവാദമാണ്. അൻവറിൻ്റേത് രാഷ്ട്രീയ അവനവനിസമാണ് എന്നാണ് ഞാൻ പറയുക. പിണറായിസത്തിനെതിരെ പോരാടാൻ ഇറങ്ങി ഒടുവിൽ അത് ആര്യാടൻ ഷൗക്കത്തിലേക്കും വി ഡി സതീശിലേക്കും ആ തോക്ക് മാറ്റിവെക്കുന്ന രീതി, ആ തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്ന രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയ അവനവനിസമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. ഇത് പറയാൻ 2 കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയില്ലാതെ പോകുന്നത്. വനനിയമത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ സ്മൃതി ഇവിടെ സൂചിപ്പിച്ചു. വനനിയമം നടപ്പിലാക്കുന്നത് പ്രതിപക്ഷം പോലും അറിയാതെയാണ് വനനിയമം നടപ്പിലാക്കിയത് എന്നല്ലേ പറഞ്ഞത്? ഞാനൊരു ഭാഗം വായിക്കാം. 2025 ജനുവരി മാസം 15-ാം തീയതി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വെച്ചാണ് ഈ വാചകം പറയുന്നത്. ഈ വാചകത്തിൽ ഇതാണ് പറയുന്നത്: ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ടു കോട്ട് CM, ഇക്കാര്യത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണുകയാണ്. കർഷകർക്കും മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങളുടെയും ന്യായമായ താല്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാരിൻ്റെ ലക്ഷ്യമല്ല. അൺകോട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി.
ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വനനിയമം നടപ്പിലാക്കുന്നില്ല എന്ന് ജനുവരി 15-ാം തീയതി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ വലിയ പ്രതിപക്ഷ ഒരു തരത്തിലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത 2013 തുടങ്ങി വെച്ചതിന് തുടർച്ചയാണ് എന്ന് തന്നെ പറയണം. 2013 തുടങ്ങിയതാ. സാങ്ച്വറികളിലോ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലോ തുടങ്ങിയതാ. അവിടുന്ന് തുടങ്ങിയതിന്റെ തുടർച്ചയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ വനനിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പച്ചക്കള്ളം പറയുകയല്ലേ ചെയ്യുന്നത്. അതാണ് രാഷ്ട്രീയ അവനവനിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയില്ല, നിങ്ങൾ ചിലപ്പോൾ വൈകാരികമായി പ്രതികരിക്കും. ആ വൈകാരികമായ പ്രതികരണമല്ലേ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അത് ജനകീയനായ സ്ഥാനാർത്ഥിയെ വരാനുള്ള ഒരു സാധ്യതയായിരുന്നു, ഒരു പ്രചരണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. രണ്ടാമത്തത്, ഇന്നലെ കവളപ്പാറയിൽ സ്വരാജ് പോയില്ല എന്ന് പറഞ്ഞില്ലേ. ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ PV അൻവറിന് ആ വിഷയത്തിൽ? കവളപ്പാറയിൽ സ്വന്തം കുടയ്ക്ക് കീഴിലല്ലേ സ്വരാജ് പോയത്. ഇന്നിപ്പോൾ ഇതാ വനനിയമം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന പച്ചക്കള്ളം പറയുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് PV അൻവറിൻ്റെ കയ്യിൽ നിന്ന് പിഴച്ചു പോവുകയാണ്. ഓരോ വാക്കുകളായിട്ട് പിഴച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ രാഷ്ട്രീയ അവനവനിസത്തിൽ നിന്ന് PV അൻവർ പിൻവാങ്ങാതെ മുന്നോട്ട് പോവുക സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നത്, ഇത് കേരള രാഷ്ട്രീയത്തിൽ PV അൻവറിന് 10,000-ൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തമായ രാഷ്ട്രീയത്തിനല്ല, അടിത്തറയില്ലാത്ത, ഒരുപക്ഷെ മതവാദത്തിൽ അധിഷ്ഠിതമായ, രാഷ്ട്രീയ അവനവനിസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കേവലം വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ഒരു വോട്ടായിട്ടത് മാറും എന്ന് ഞാൻ ഭയക്കുകയാണ്. ആ അർത്ഥത്തിൽ PV അൻവറിൻ്റെ രാഷ്ട്രീയം തികച്ചും അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അൻവർ ഒരു പക്ഷേ ഫാക്ടർ ആയേക്കാം. ഫാക്ടർ ആകുന്നത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് തികച്ചും അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്. ഞാൻ ഒരു വാചകം കൂടി പറയാം. നമ്മൾ ഈ ചന്തക്കുന്നിൽ നടന്ന പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഈ PV അൻവർ പറയുന്നുണ്ട്, BJP-ക്കാർ പോലും പറയാത്തൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2026 20 സീറ്റുകൾ BJP നേടും, 2031 BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് ഈ PV അൻവറാണ്. ഈ PV അൻവറിൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്താണ് എന്നുള്ളത് വളരെ 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 കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയത്തിൽ നിന്ന് അൻവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അൻവറിൻ്റെ കച്ചവടവും രാഷ്ട്രീയവും തമ്മിൽ കൂടിച്ചേർന്ന് രാഷ്ട്രീയ അവനവനിസത്തിൻ്റെ ഒരു പാതയിലൂടെയാണ് PV അൻവർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാകട്ടെ കേരളത്തിനൊട്ടും പിന്തുടരാൻ കഴിയുന്ന മാതൃകാപരമായൊരു രാഷ്ട്രീയമേ അല്ല. അൻവർ ഒരു ഘടകമാകുമോ? അൻവർ ഘടകമാകുമെന്നുള്ള കാര്യത്തിന് 100% ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്രയും മോശക്കാരനായ ഒരു അൻവറിൻ്റെ പുറകെയാണല്ലോ കഴിഞ്ഞ 1.5 മാസമായിട്ട് UDF നേതാക്കന്മാർ പകലും രാത്രിയും തലയിൽ കൂടെ മുണ്ടിട്ടൊക്കെ നടന്നതെന്നുള്ളതാണ്. എന്തൊരു കഷ്ടമായ കാര്യമാണ്. ഞാനൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായി അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട ജനങ്ങളാണ്. ആദ്യം തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് ഞാനൊരു 1-2 കാര്യങ്ങൾ പറയാം. ഞാനിതൊരു രാഷ്ട്രീയ ബേസിലല്ല ഞാൻ പറയുന്നത്. ഈ സുജിത് ദാസിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്? അജിത് കുമാറിനെ മാറ്റി നിർത്തിയത് എന്തിനു വേണ്ടി? അല്ലെ, സസ്പെൻഡ് ചെയ്തിട്ടില്ല, എന്തിനാണ് മാറ്റി നിർത്തിയത്? രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഈ മലയോര ജനതകൾ മുഴുവൻ VD സതീശൻ മലയോര മേഖലയിൽ കൂടെ യാത്ര നടത്തിയത്? എന്തിനാണ് നടത്തിയത്? ഈ പറഞ്ഞ വനം ഭേദഗതി ബില്ലിനെതിരായിട്ടല്ലേ? അങ്ങനെ ഒരു ബില്ല് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരു ബില്ലുണ്ടായിരുന്നു, അങ്ങനെ ഒരു കരട് വെച്ചു, അങ്ങനെ ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നു. അല്ല, കരട് വന്നു, വിജ്ഞാപനം വന്നു, അതിനൊരു സമരം നടത്തിയിട്ട് പിൻവലിച്ചതാണത്. എന്താ അങ്ങനെ പറയാത്തത്? ഈ PV അൻവർ സമരം നടത്തിയിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ എന്താ പറയാത്തത്? PV അൻവർ സമരം നടത്തിയിട്ട് മലയോര ജനതകളെ മുഴുവൻ കൂട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടത് പറഞ്ഞയാളും PV അൻവറാണ്, പ്രതിപക്ഷമല്ല, PV അൻവറാണ്. കഴിഞ്ഞില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. PV അൻവർ ആദ്യം തുടങ്ങി അവസാനം പോയത് കാര്യത്തിൽ ആദ്യം എന്താ നമ്മളെന്താ ചെയ്യാന്നറിയോ? ഒരാളെ മോശക്കാരനായി അങ്ങ് ചിത്രീകരിച്ചാൽ അദ്ദേഹം തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും തീരുമില്ലാന്നേ. ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. VD സതീശൻ എന്ത് സംസാരിച്ചു അത് തന്നെയാണ് സംസാരിച്ചത്. സുധാകരൻ എന്തോ അത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് PV അൻവർ സംസാരിച്ചിട്ടുള്ളത്. അതേ പിണറായി വിജയനെതിരും സംസാരിക്കുന്ന സമയത്ത് VD സതീശൻ സ്വന്തം ആൾ, സുധാകരൻ സ്വന്തം ആൾ, കോൺഗ്രസ്സുകാർ, UDFകാർ, ലീഗുകാരെല്ലാം PV അൻവറെ പോഴ്ത്തി പറയും. അദ്ദേഹം VD സതീശനെ കുറിച്ച് മോശം പറഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങ് തള്ളി. അത് ഉറപ്പല്ലേ? അത് ഉറപ്പാണ്. എന്തോ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒത്ത കാര്യം, ഇവിടെ പിണറായിസം ഉണ്ട്, ഇവിടെ VD സതീശനോസം ഉണ്ട്. അത് തന്നെയാണ് സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും അധികം മോശക്കാരനായ PV അൻവറിൻ്റെ പുറകിൽ എന്തിനാണ് ഇവർ ഘടകകക്ഷിയാക്കാൻ വേണ്ടി നടന്നത്? ഇവർ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് പറഞ്ഞല്ലോ.
ഇവരെന്തിനാ അവരെ വിളിച്ച് യോഗം നടത്തിയത്? എന്തിനാ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ മുണ്ടിട്ട് രാത്രി പോയത്? രാത്രി 11 മണിക്ക് ഈ PV അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചുക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളല്ലേ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താ അങ്ങോട്ട് പോയത്? അവിടെ പോയി രാത്രി ചെന്ന് എന്തിനാ 1 മണിക്കൂർ സംസാരിച്ചത്? എന്താ PV അൻവർ വോട്ട് വേണോ? ഇത്രയും മോശക്കാരനായ PV അൻവർ എന്താ മോശം പറഞ്ഞ എന്താ? ഈ പറഞ്ഞ പിന്നെ ശബരിമല ഇഷ്യൂവിൻ്റെ പേര് സ്വരാജ് ആക്കാനും പറഞ്ഞിട്ടില്ലേ? എന്താ അത് പറയാൻ പാടില്ലേ? ഈ പറഞ്ഞ പിന്നെന്താണ് ഷൗക്കത്ത് ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? ഈ അൻവറിനെതിരെ അൻവർ കേസ് കൊടുത്തപ്പം ഇപ്പോഴാണോ അറിഞ്ഞത് UDFകാർ? ഷൗക്കത്ത് ഇപ്പോഴാണോ അറിഞ്ഞത് ഷൗക്കത്തിൻ്റെ പേരിൽ കേസ് കൊടുത്ത കാര്യം? ഇന്നലെ വരെ എന്തേ പറയാതിരുന്നേ? പറഞ്ഞുകൂടായിരുന്നോ ജനങ്ങളോട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നോ? എന്താണ് അൻവറുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. അതും കൂടെ കഴിയട്ടെ. ഞാൻ പറയുന്നത് എന്താ അറിയോ, 2026 പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്രയും അഹങ്കാരം വെച്ചിട്ട് ഈ പാർട്ടികൾ അധികാരത്തിൽ വരരുതെന്ന അഭിപ്രായം എൻ്റെ. അത്രയധികം അഹങ്കാരമാണ്. ഞാൻ എന്തിനാന്ന് പറയുന്നറിയോ, PV അൻവറിനെ അത് വാതിലടച്ച് പിണ്ടം വെച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ എന്തിനാന്നേ രാത്രി മുണ്ടിട്ട് പോകുന്നത്? അതിന് മറുപടി പറയണ്ടേ? എന്നിട്ട് ഇന്ന് സംസാരിച്ച് എന്താണ് കിടന്ന് ഉരുളുകയാണ് സംസാരിച്ചിട്ട്. എന്തിനാ പോയതിന് മറുപടിയില്ല. എന്നിട്ട് എന്താ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ പറയുന്നു ഞങ്ങൾ വാതിലടച്ചതാന്ന് പറയുന്നു, മറ്റേ ആൾ ഇപ്പോഴും പറയുകയാണ് ഇനിയുണ്ടല്ലോ 5 ദിവസം വിഡ്രോ ചെയ്യുന്നത്. ഇന്ന് LDF കൺവീനറായ അടൂർ പ്രകാശ് പറഞ്ഞത് ഇനിയുണ്ടല്ലോ 5 ദിവസം, UDF കൺവീനറായ അടൂർ പ്രകാശ് പറഞ്ഞത് ഇനിയുണ്ടല്ലോ 5 ദിവസം എന്നാണ്. ഇനിയുണ്ടല്ലോ 5 ദിവസം വിഡ്രോ ചെയ്യാമെന്നാണ്. എന്തിനാ ഇന്നും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 10,000 വോട്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനാണ് നിലമ്പൂരിലെ ജനങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുളുപൊട്ടി. അന്ന് UDFൻ്റെ MLA ആയിരുന്നു അദ്ദേഹം. അവിടെ 3-3.5 മാസം പണിയെടുത്തിട്ടില്ല എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ലാത്ത പ്രശ്നമില്ല. നമുക്ക് ഇവിടുന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങളുടെ കൂടെ 9 വർഷമായിട്ട് ഉണ്ടാക്കുന്ന MLAക്ക് കൊടുക്കുന്ന അവർ വോട്ട് കൊടുക്കട്ടെ എന്ന്. എന്തിനാണ് നമ്മളത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്? അത് ആ കൊടുക്കുന്ന വോട്ട് എന്താണ് അദ്ദേഹത്തിന് മോശം രാഷ്ട്രീയം. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിനെ പ്രതിനിധീകരിക്കണ്ടല്ലോ. എന്താണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, ഒരു സംസ്ഥാനം ഭരിക്കുന്നുണ്ടല്ലോ. ആ സംസ്ഥാനം ഭരിക്കുന്നത് അവിടുത്തെ ജനങ്ങളെല്ലാവരും പൊട്ടന്മാരായിട്ടല്ലല്ലോ. പക്ഷേ എന്താണ് കേരളത്തിൽ അത് വേണ്ട എന്നുള്ള ആ അഭിപ്രായം എനിക്കുണ്ട് അഭിപ്രായം വേണ്ടാന്ന്. പക്ഷേ എന്താ കാരണം എന്നറിയോ, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായിസത്തിനെതിരെയും പിണറായിക്കെതിരായിട്ടും പറഞ്ഞിറങ്ങിയ ആളാണ്. ആ പിണറായിക്കെതിരെ ഇറങ്ങിയ ആൾ സതീശൻ്റെയും സുധാകരൻ്റെയും ഈ UDFിൻ്റെയും കണ്ണിലുണ്ണിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ, ഇന്നലെ രാത്രി വരെ, മിനിഞ്ഞാന്ന് രാത്രി വരെ കണ്ണിലുണ്ണിയായിരുന്നു. ഒരു ദിവസം രാത്രി കൊണ്ട് അങ്ങനെ തിരിച്ചു പറയാൻ പറ്റുക? ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇറങ്ങിയപ്പോൾ തന്നെ പറയും ഇദ്ദേഹം പറയുന്നത് ശരിയല്ല, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല, ഈ പറഞ്ഞ പൂരം കലയ്ക്ക് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ അത് ശരിയല്ല, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ പറയാൻ വേണ്ടി കൊടുത്തു. ഇന്ന് വിജയരാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, PV അൻവറിനെ UDF ചതിച്ചു. ആ ആംഗിളിലാണ് ഞാനും. UDF ആണ് ചതിച്ചത്. എല്ലാവിധ പ്രോത്സാഹനവും നടത്തി. ആർക്കെതിരെ? ഈ പറഞ്ഞ ഒരു ഘടകകക്ഷിയുടെ ഭാഗമായിരുന്ന PV അൻവറിനെ അത് എല്ലാവിധ സംവിധാനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോ, ഒരു ഘടകകക്ഷിയാക്കിക്കോ, നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കിക്കോ, ഞങ്ങൾ ഘടകകക്ഷിയാക്കുന്നു, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ സപ്പോർട്ടിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ലീഗ് എന്ന് പറയുന്ന ഇവരുടെ മെയിൻ ഘടകകക്ഷി ഉണ്ടല്ലോ, കിണഞ്ഞ് പരിശ്രമിച്ചു. ഇന്നിൻ്റെ ലീഗിൻ്റെ യോഗത്തിൽ എന്താ പറഞ്ഞത്? സതീശനെതിരെ ആഞ്ഞടിച്ചു. എന്തിനാ സതീശനെതിരെ ആഞ്ഞടിച്ചത്? സതീശനെതിരെ ആഞ്ഞടിച്ചെന്ന് പറയുന്നത് എന്തിനറിയോ, ഇമാതിരി പരിപാടികൾ ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി UDFിലേക്ക് വരുമെന്ന് ലീഗ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവർ UDF വിപുലീകരിക്കാനിരിക്കുകയാണല്ലോ. ഈ LDFിൻ്റെ ഭാഗമുള്ള ഏത് ഘടകകക്ഷി എന്ത് വിശ്വാസം എടുത്തിട്ടാണ് UDFിൻ്റെ കൂടെ വരിക എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വരെ അവർക്ക് വാതിൽ അടച്ചു കഴിഞ്ഞിട്ടും അവർക്കതിന് ചുന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, UDFിൻ്റെ കൺവീനറായ അടൂർ പ്രകാശ് പിന്നെയും ചിന്തിക്കുകയാണ് എങ്ങനെ അൻവറിനെ കൊണ്ടുവരാമെന്നുള്ളത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം 15,000 വോട്ട് വലിയ ഘടകമാണ്. അത് ഭിന്നിപ്പിക്കുക തന്നെയാണ് അൻവറിൻ്റെ ലക്ഷ്യം എന്നേ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഒരു ശത്രു ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്? പിണറായി വിജയൻ. ആ പിണറായി വിജയന് വേണ്ടി ശക്തമായി പ്രതികരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം എന്താണ്, ആ ശത്രുവിൻ്റെ കൂടെ വേറൊരു ശത്രുവിനോട് കൂടി. അതാണ് പറയുന്നത്. അദ്ദേഹം സുധാകരനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അദ്ദേഹം പിന്നെ KPCC പ്രസിഡന്റിനെ പറഞ്ഞില്ലല്ലോ, അദ്ദേഹം UDFിൻ്റെ കൺവീനറെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, UDFിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഈ ലീഗിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ആകെ ഒരാളുടെ പേര് പറഞ്ഞു. ആരാണ് അത്? UDFിൻ്റെ ചെയർമാനായ VD സതീശനെ കുറിച്ചാണ്. VD സതീശൻ പിണറായിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതെന്തായി, മൊത്തം UDFിനെ തള്ളിയെന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം. പറഞ്ഞോ? ഈ VD സതീശൻ ഒരു S മൂളിയിരുന്നെങ്കിൽ ഇന്ന് UDFിൻ്റെ ഭാഗമല്ലായിരുന്നു അൻവർ. ആ അൻവറിനെ ആക്കാൻ വേണ്ടി ഈ നേതാക്കന്മാർ മുഴുവൻ പഠിച്ച പണി വന്നിട്ട് നോക്കിയില്ലേ? എന്തേ നടന്നില്ല? നടക്കാത്തതിന് കാരണം ഈ വാതിലം അടച്ചു കളഞ്ഞു. അദ്ദേഹം ആ ചാവി മേടിച്ച് കയ്യിൽ വെച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പ്രഖ്യാപിച്ചോളാം എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച 3 ആഴ്ച മുന്നേ അത് മേടിച്ച് കയ്യിൽ വെച്ച് കളഞ്ഞു. പ്രഖ്യാപിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. നീട്ടിക്കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞു നിന്ന് ലീഗിൻ്റെ നേതാവാണ്.
ലീഗിൻ്റെ യോഗം ചേർന്ന് പറഞ്ഞതാണ്. പറഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ട് സതീശനെ ഏൽപ്പിച്ചതോടുകൂടി അത് നീട്ടിക്കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ പറയുന്നത് അവിടുത്തെ സാധാരണക്കാരൻ അൻവർ വോട്ട് ചെയ്യണേ, അൻവറോട് അവരുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്യാൻ വിടുന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഈ പിന്നെ മതവാദം. ഞാൻ ചോദിക്കുന്നതേ, ഒരാൾ പറഞ്ഞ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ മതവാദമാവുക? ഇവർ ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നാളെ ഇത് പറയില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവിടെ ഒരു എന്താണ് മതവാദവും പറയാതെ അവിടെ ഇലക്ഷൻ നടക്കാമെന്ന് വിചാരിക്കുന്നത്? അൻവറിനെ സംബന്ധിച്ചിടത്തോളം 500 നേതാക്കന്മാരില്ല പോയി പറയാൻ വേണ്ടി, എല്ലാം ക്യാമറേൻ്റെ മുന്നിലും മൈക്കിന് മുന്നിൽ ചെന്നും പറയാൻ വേണ്ടി നേതാക്കന്മാരില്ല. അൻവർ മാത്രം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അയാളെല്ലാം ഇന്ന് പറഞ്ഞു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ, ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറയുന്ന 15,000 വോട്ടുണ്ടല്ലോ, ആ 15,000 വോട്ട് വിഘടിക്കാൻ പോകുന്നത് കോൺഗ്രസിൽ നിന്നാണ്, UDF നിന്നാണ്. അത് വിഘടിക്കുമെന്ന് കാണുന്നത്, അത് വിഘടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണിന് പണിയിട്ട് നോക്കി. ഇനി ആകെ മാർഗമെന്ന് പറയുന്നത് മതവാദത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ വാര്യം കുന്നൻ എന്ന കാര്യം പ്രസംഗിക്കുന്നുണ്ട്. അത് തീർച്ചയായും അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെ ആകർഷിക്കുന്ന കാര്യമാണ്. ഇത് സ്വരാജ് നേരത്തെ സഭയിൽ വളരെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടുള്ളതുമാണ്. ആ കാര്യം ഇന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അത് ചോദിക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കും. അവിടെ പറയുന്നില്ല നിങ്ങളൊരു സിനിമ എടുത്തല്ലോ എന്ന് അപ്പുറത്ത് എതിരാളിയോട് പറയുന്നില്ല. ഒരു വിഭാഗത്തിന് ദോഷം വരുന്ന കാര്യമാണ്. നോക്കൂ, ഒരു സമുദായത്തിനകത്ത് ഒരു ദുരാചാരം ഉണ്ടെങ്കിൽ അത് ഹൈന്ദവമാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണെന്നേ? ഇവിടെ ഒരു മിനിറ്റ്, രണ്ടാമത്തെ ഫാക്ച്വൽ എറർ. താങ്കൾ നേരത്തെ പറഞ്ഞ മറ്റേ വനനിയമം ഉണ്ടല്ലോ, വനനിയമ ഭേദഗതി. അവിടെ ഇത് 2024 16 ഡിസംബറിലെ വാർത്തയാണ് വായിക്കുന്നത്. വനത്തിനുള്ളിൽ കടന്നാൽ പിഴ 25,000. കന്നുകാലികളെ മേയ്ക്കുന്നതും കുറ്റം. പുതിയ വന നിയമം കടുക്കും. 61 കേരള വന നിയമം ഭേദഗതി ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകർ. പിന്നെ ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കർഷക വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇടുക്കിയിലെ 70% കുടിയേറ്റ കർഷകരും വനാതിർത്തിയിൽ താമസിക്കുന്നവരാണ്, അവർക്ക് പട്ടയമില്ല എന്നുള്ള വിഷയമൊക്കെ വരുമ്പോൾ ഭേദഗതി നിയമങ്ങൾ ഇങ്ങനെ സെക്ഷൻ 27 62 വകുപ്പുകൾ പ്രകാരം വനത്തുള്ളിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ 1000 രൂപ പിഴ വരെയാണ് വനം വകുപ്പിന് ചുമത്താവുന്ന പിഴ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിയമമാകുമെന്നുള്ള കാര്യം പറയുന്നു. വന ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്നുള്ള വാർത്തയും അതിന് പിന്നാലെയുണ്ട്. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വന ഭേദഗതി നിയമം പിൻവലിക്കണം. 1 കിലോമീറ്റർ ബഫർ സോണും നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച ഇടത് സർക്കാർ ബില്ലുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ കർഷകരെ അണിനിർത്തി സമരം സംഘടിപ്പിക്കുമെന്ന് AICC സെക്രട്ടറി PV മോഹനൻ പറഞ്ഞു എന്നുള്ള വാർത്ത 2024 ഡിസംബർ. 2020 ജാനുവരിയിലാണല്ലോ അൻവർ ഇറങ്ങുന്നത്. ജനുവരിയിലാണ്. ഇനി ADGP MR അജിത് കുമാറിനെതിരെ പേര് പറയാതെ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. പിന്നെയാണ് പേര് പറഞ്ഞത്. ഞാൻ പറയുന്നറിയോ, കേരളത്തിലെ വന്യജീവി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇത്ര അറിയാതെയാണ് ഇങ്ങനെ നിയമം കരടുണ്ടാക്കിയത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വന്യജീവികളെ കൊണ്ട് ഒരു പൊറുതിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കരട് ഉണ്ടാക്കിക്കൊണ്ട് വരും. എന്തിനാ കരട്? അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ സമരം ഉണ്ടാകേണ്ടതും പിൻവലിക്കേണ്ടി വന്നതോ? അതാ പറഞ്ഞത് അൻവറായിട്ട് സമരം നടത്താൻ അധികാരമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വിയോജിപ്പില്ല. ഒരു വന നിയമം നടപ്പിലാക്കി എന്ന് പറയുന്നതും വന നിയമത്തിന്റെ കരട് തയ്യാറാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളത് വായിച്ചത്. എന്തിനാണ് PV അൻവർ ആളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മൂന്ന് കക്ഷികൾ ഇലക്ഷൻ നടത്തുന്നു, ഇലക്ഷനിൽ പങ്കെടുക്കുന്നു. അതിപ്പോൾ നോർമലി ഇപ്പോൾ PV അൻവർ മാറ്റി നിൽക്കുക, LDF UDF BJP ആണെന്ന് നോക്കുക. സാധാരണ എങ്ങനെയാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുക? LDF-ഉം UDF-ഉം BJP-ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അങ്ങനെയല്ല സ്വീകരിക്കുക. ചില സ്ഥലങ്ങളിൽ LDF നിലപാട്, UDF നിലപാട് സ്വീകരിക്കും, BJP നിലപാട് സ്വീകരിക്കും. ഇപ്രാവശ്യം നിലമ്പൂരിൽ എന്താ സംഭവം എന്നറിയോ? നിലമ്പൂരിൽ LDF-ഉം UDF-ഉം അൻവറിനെതിരെ തിരിക്കും. അൻവർ എന്ത് പറയട്ടെ അൻവറെ സംബന്ധിച്ചോളം രണ്ടിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള വോട്ടുകൾ പിൻവലിക്കും. അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാനുള്ള അധികാരമുണ്ട്, വോട്ട് മേടിക്കാൻ
വിളിക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കള്ളം പറയാനുള്ള അധികാരമില്ല. കള്ളം പറയാനുള്ള അധികാരമില്ല. കവളപ്പാറയിൽ പറഞ്ഞ കള്ളം. എന്താ കള്ളം? കവളപ്പാറയിൽ ഈ പറയുന്ന സ്വരാജ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ കള്ളം. അൻവർ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പറഞ്ഞു? ആ പോത്തുകല്ലാണ് സ്വരാജിന്റെ വീട്. സ്വരാജിന്റെ വീട് പോത്തുകല്ലായ സമയത്ത് 1-2 ദിവസം അങ്ങനല്ലോ പറഞ്ഞത്. ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കറക്റ്റായിട്ട് ഇന്നലെ പറഞ്ഞത് കള്ളം അല്ല. ഇന്നലെ പറഞ്ഞ കള്ളല്ല. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, ഞാൻ ഇവിടെ കള്ളിമുണ്ട് കൊടുത്ത് തോർത്തു കൊടുത്ത് 5-4 മാസം ഒരു ദിവസം വെള്ളി വിളിച്ചൊന്നല്ല അദ്ദേഹം ഒരു വീഡിയോ ഉണ്ടെന്നാ ചോദിച്ചത്. നമ്മൾ പടവും വീഡിയോ രണ്ട് വന നിയമത്തിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞു. മൂന്നാമത്തെ കാര്യത്തിൽ സതീശന്റെ പിന്നിൽ പിണറായി ആണത്രേ. ഈ പറയുന്ന കേരളത്തിലെ ആരെങ്കിലും ഇത് വിശ്വസിക്കൂ? സതീശന്റെ പിന്നിൽ പിണറായിയാണ്. രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു അക്ഷരവും അറിയില്ല. കേരള രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അവിടെയാണ് പ്രശ്നം. നോക്കൂ, ബംഗാളിലേക്ക് പോയി ആദ്യം പോയത് DMK കാണാനല്ലേ? എന്തിനാ DMK യും വന്യമൃഗ സംരക്ഷണവും തമ്മിൽ എന്താ ബന്ധം? അല്ല, ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ കാലത്ത് ശരിയാണ്, അവിടെ മൊത്തത്തിൽ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല, അവിടെ ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും ആക്രമണം അവിടെയും നടക്കുന്നുണ്ട്. അവിടെയും 53 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബംഗാളിൽ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ആനകളുടെ പുറത്ത് റേഡിയോ കോളർ പിടിച്ചു. നിങ്ങൾ ബംഗാളിലേക്ക് നിങ്ങൾ ബംഗാളിലേക്ക് പോകണ്ടേ? 53 പേരല്ല ഇവിടെ ഡെയിലി മരിക്കുന്ന. പ്രിയങ്ക ഗാന്ധിന്റെ മണ്ഡലത്തിലുണ്ടല്ലോ. അല്ലല്ല, പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഇന്ന് ANTUC മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് അൻവറല്ല, UDF ആണ്. അതിന് മറുപടി പറയേണ്ടി വരും നാഷണൽ ലെവലിൽ. മനസ്സിലായില്ലേ? 15,000 വോട്ട് മേടിച്ചാൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിന് 15,000 വോട്ട് എങ്ങനെ വന്നു എന്നുള്ളൊരു മറുപടി പറയേണ്ടി വരും. വളരെ ക്ലിയർ അല്ലേ? 66,000 വോട്ട് ലീഡ് കൊടുത്തൊരു മണ്ഡലത്തിലെ 10,000 വോട്ടൊന്നും ഒരു വലിയ ജയപരാജയം നിശ്ചയിക്കുന്നുണ്ടോ? ജയപരാജയം നിശ്ചയിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ പുറകെ നടന്ന കണക്ക് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോഴും പറയുന്നു 15,000 വോട്ടിന് പുറത്ത് അൻവർ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. 15,000 സമ്മതിച്ചാൽ മതി. ഞാൻ അൻവറിന്റെ വക്കാലത്തെടുത്തല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് അറിയോ, 15,000 വോട്ട് ആ മണ്ഡലത്തിൽ ജയപരാജയം നിശ്ചയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ആ പോയിന്റ് വിലയിരുത്തിയാൽ മതി. അതോടുകൂടി UDFന്റെ അഹങ്കാരം തീരുന്ന ഞാൻ പറയുന്നത്. അപ്പൊ PV അൻവർ ഇറങ്ങിയതും ഈ മത്സരത്തിന്റെ അവതാര ലക്ഷ്യം എന്താ? PV അൻവറിന്റെ അവതാര ലക്ഷ്യം അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ന്. എന്താ പറഞ്ഞറിയോ? അദ്ദേഹം പിടിക്കുന്ന 15. ഞാനൊരു ഉദാഹരണം പറയാം. അഹങ്കാരത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷൗക്കത്തിനെ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ പറയുന്നത് അറിയോ, 15,000 വോട്ട് ഈ ഷൗക്കത്ത് പിടിച്ചു നോക്കുക. 60,000 വോട്ട് 15,000 PV അൻവർ 60,000 ഷൗക്കത്ത് 75,000 വോട്ട് എന്ന് പറഞ്ഞ് പിണറായി എതിരാണ് പറഞ്ഞത്. അല്ലാതെ ഷൗക്കത്തിനെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ 1,73,000 ആളുകൾ വോട്ട് ചെയ്ത് 2021 PV അൻവറിന് കിട്ടിയത് 81,000 വോട്ട് മാത്രമാണ്. ബാക്കി 90,000 വോട്ടുകളും PV അൻവറിനെതിരാണ്. തെരഞ്ഞെടുപ്പിൽ എന്റെ ചോദ്യം ഇതാണ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. PV അൻവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ്? ഒറ്റ ലളിതമായ രണ്ടുപേരെ പരാജയപ്പെടുത്താൻ. ഞാൻ പറയട്ടെ, പിണറായി സത്തിനെതിരെ പോരാടി സ്വരാജിനെ നിയമസഭയിലേക്ക് അയക്കാൻ പോവാ. PV അൻവർ പിണറായി സത്തിനെതിരെ പോരാടി പിണറായിയെ കുറിച്ച് നന്നായി സംസാരിക്കുന്ന പിണറായി സത്തിന്റെ വക്താവിനെ നിയമസഭയിലേക്ക് അയക്കാൻ. ഞാൻ പറയട്ടെ, അതാണോ സംഭവിക്കാൻ പോകുന്നത്? പിണറായി സത്തിനെതിരെ പോരാടി PV അൻവർ പിണറായി സത്തിന്റെ വക്താവെന്ന്
PV അൻവർ തന്നെ പറയുന്ന നിങ്ങൾക്ക് സ്വരാജിനെ നിയമസഭയിലേക്ക് കൊണ്ടുപോകാൻ പോവാ. പറഞ്ഞു ഇത് അതല്ലെങ്കിൽ അല്ല ഒരു നിമിഷം. ഇല്ലില്ല, അതല്ലെങ്കിൽ ഇല്ല ഒരു കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി. അതല്ലെങ്കിൽ പിണറായി സത്തെ പരാജയപ്പെടുത്തി UDF അഹങ്കാരമുണ്ട് എന്ന് PV അൻവർ പറയുന്ന ഷൗക്കത്തിനെ നിയമസഭയിലേക്ക് അയക്കാൻ പോകും. നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം തരണേ, അത് പറഞ്ഞു വെച്ചോണ്ടാ പറയുന്നത്. അല്ല ഒരു ആയിക്കട്ടെ, തിരക്കൂട്ടല്ലേ, അത്രയും പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയോ? പിണറായി സത്തിനെതിരെ പിന്നെ എന്താണ് ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വരാജിനെ നിയമസഭയിൽ എത്തിക്കും എന്നാണല്ലോ അരുൺ സാർ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അല്ല ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളിപ്പോൾ പിണറായി വിജയനെതിരെ പിന്നെ സ്വരാജിനെ മത്സരിക്കാൻ വന്നു. ഷൗക്കത്തിന് UDF മത്സരിച്ചു. ഇയാൾ മറ്റേ അടയ്ക്കാൻ വെക്കാനല്ലല്ലോ പോകുന്നത്, ഇയാൾ മത്സരിക്കാൻ തന്നെ പോകുന്നത്. ഓട്ടത്തിന് കിട്ടും തീരുമാനിക്കേണ്ടത് ഫസ്റ്റ്. അതിന് മുന്നേ നിങ്ങൾ സ്വരാജിനെ വിട്ടോ ഓട്ടത്തിന് കിട്ടും പറയട്ടെ. നിങ്ങൾ നിങ്ങൾ അൻവർ വോട്ട് പിടിച്ചതിന് ശേഷം അൻവർ അവിടെ അടയ്ക്കാൻ വെക്കാൻ പോവല്ല, അൻവർ അവിടെ വോട്ട് ചോദിക്കാൻ തന്നെയാണ് പോകുന്നത്. എത്ര വോട്ട് കിട്ടും എന്ന് പറയട്ടെ ഫസ്റ്റ്. അതിന് മുന്നേ സ്വരാജിനെ ഷൗക്കത്തിനും ജയിപ്പിച്ച് നിയമസഭയിൽ സമയം എന്തായാലും അതിക്രമിച്ചു. 4 പേരും മത്സരിക്കുന്നുണ്ട്, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നാളെ നമുക്ക് ഇതിന്റെ ഓരോ എന്നെ ഇനി അൻവറിന്റെ ഞാൻ പറഞ്ഞത് അൻവർ വോട്ട് ചെയ്യുന്നതും ഷൗക്കത്ത് വോട്ട് ചോദിക്കുന്നതും സ്വരാജ് വോട്ട് ചെയ്യുന്നതും നിലമ്പൂരിലെ ജനങ്ങളോടാണ്. അവർക്ക് ഇഷ്ടമുള്ള വോട്ടുകളുടെ സംവിധാനം ചെയ്തു കൊടുക്കാൻ. അൻവർ ഘടകമാകുമോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്, അൻവർ ഘടകമാകും എന്നാണ്. Meet the editors.